നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിനി ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കാണണം, അവരുടെ അടുത്ത് നമ്മുടെ കഥ എത്തിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കഥ സിനിമയാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെയായെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് എത്തിച്ച് ലാലേട്ടനോട് പറയണേ മോനെ ഈ കഥ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു വിധമില്ല. പക്ഷെ അതുവരെ ഞാൻ ശ്രമിക്കും. എൻ്റെ കഥ എങ്ങനെയും സിനിമയാക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. എനിക്കറിയില്ല എങ്ങനെ ആവുക എന്താവുമെന്നൊന്നും. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല നല്ല ഓഡീഷൻസ് വരുമായിരുന്നെങ്കിൽ ഓഡീഷൻസ് അപ്ലൈ ചെയ്യുന്നതും അതിലേക്ക് പോകുന്നതൊക്കെ കാണിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല നല്ല ഓഡീഷൻ വരുന്നില്ല. പിന്നെ റീസെൻ്റ്ലി ഞാനൊരു ഓഡീഷന് പോയത്, അതിൻ്റെ ഒരു ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ആ ഓഡീഷന് പോയപ്പോഴത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ അമ്മയായിട്ടാണ് പോയത്. നമ്മുടെ തിരുവല്ല എലൈറ്റ്. പിന്നെ എലൈറ്റ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാമായിരിക്കും, എനിക്കും അറിയും നല്ലപോലെ. അപ്പോൾ എലൈറ്റ് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും തോന്നിയില്ല. എലൈറ്റിലായിരുന്നു ഓഡീഷൻ. അവിടെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഓഡീഷൻ നടത്തിയത്. അപ്പോൾ അതിന് പോയി ഞാൻ. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് രാജുവേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാജുവേട്ടൻ്റെ നായകനായി വരുന്ന സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞൊരു പടമാണ് അത്. അപ്പോൾ അതിനകത്ത് അപ്ലൈ ചെയ്തു. എനിക്കറിയത്തില്ല, അമ്മ വരെ അതിനകത്ത് ഓഡീഷന് പങ്കെടുത്തതാണ്. സിനിമ കയറുമില്ലെന്നൊന്നുമല്ല, പക്ഷെ നമുക്ക് ആ ഒരു അപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഞാനും പെർഫോം ചെയ്തു. അമ്മ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്തു, ഞാനും വേറെ ഗ്രൂപ്പായിരുന്നു, 4 പേരടങ്ങുന്നു. എന്തായാലും ഫണ്ണായിട്ട് ചെയ്തിട്ടുണ്ട്. വിളിക്കുമല്ലെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മളത് അറ്റംപ്റ്റ് ചെയ്തു. അതിലാണല്ലോ കാര്യം. നല്ല നല്ല ഓഡീഷൻസ് വരട്ടെ. പിന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സ് എനിക്ക് ഓഡീഷൻസ് കിട്ടുന്നു, ഭയങ്കര സന്തോഷമായി. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇത് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതിന് വലിയ കാര്യം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇനിയിപ്പോൾ എമ്പുരാൻ കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പ്രൊഡ്യൂസേഴ്സിനെ കാണാൻ ഇറങ്ങണം. കാര്യം നമ്മളിനി വീട്ടിൽ ഇരുന്ന് മാത്രം ഒന്നും നടക്കില്ല, ഇനി ഇറങ്ങിത്തിരിക്കാൻ ടൈമായി. എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ.